പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അത് പറഞ്ഞു തുടങ്ങാം. ഇതാണ് ഗീതോപദേശം. മുന്നിൽ ഗുരുവാകുമ്പോൾ ഗുരുവിനെ ആക്രമിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അർജുനൻ വില്ല് കൊലക്കാൻ മടിച്ചു. അപ്പുറത്ത് ദുര്യോധനന്റെ സംഘത്തിൽ ദ്രോണനുണ്ട്. ദ്രോണൻ അർജുനന്റെ ഗുരുവാ. അപ്പോൾ അവിടെ വില്ല് കൊടുക്കാൻ അർജുനൻ മടിച്ചു. എന്തുകൊണ്ട്? ഗുരുവായ ദ്രോണനാണ് മുന്നിൽ. അപ്പോൾ കൃഷ്ണൻ ഉപദേശിച്ചു അർജുനനെ. അതാണ് ഗീതോപദേശം, നീതിയുടെ ഉപദേശം. അവിടെ ഗുരുവെന്നോ മറ്റാരെന്നോ നോക്കരുത്. എന്തുകൊണ്ട്? നീതിയാണ് പ്രധാനം. എപ്പോൾ നീതി ഇല്ലയോ അപ്പോൾ നീതി ഉണ്ടാക്കണം. നീതിയാണ് കടമ. ഏതൊരു മതപണ്ഡിതന്മാരും ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അത് ഏത് വേദിയിലായിരുന്നാലും എല്ലാ മതത്തിന്റെ ഗ്രന്ഥങ്ങളും പഠിച്ച് അത് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്, ഒരുപാട് ഇദ്ദേഹത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനും പച്ചയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാളുമാണ്. ഒരു വർഗീയ പരാമർശം ഇദ്ദേഹത്തിൽ നിന്നും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ഉസ്താദിന്റെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി. നമ്മുടെ ഓണത്തിന് ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കരുത് എന്ന് പറയുന്നത് ശരിയായിരിക്കാം, ഇസ്ലാമിക് നിയമപ്രകാരം അങ്ങനെ ഉണ്ടാവാം. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരുന്ന് കളിക്കരുത്, അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് അത്ര ഒരു ശരിയായിട്ടുള്ള ഒരു നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും വരും തലമുറയ്ക്ക് നമ്മുടെ മതത്തിന്റെ കുറെ ആചാരങ്ങൾ, അതായത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ആചാരങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഒഴിവാകണം. കാരണം ഇനിയുള്ള കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ജാതിയെന്നോ മതമെന്നോ അങ്ങനെയൊന്നും ഇല്ല. അവരെ അങ്ങനെ തന്നെ വേണം നമുക്ക് പഠിപ്പിക്കാൻ.